എല്ലാവർക്കും സുഖമല്ലേ? മാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ നോമ്പ് സമയങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന വിഭവമാണ് തരി കാച്ചിയത്. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാന്ന് കണ്ടാലോ? തരി കാച്ചാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങള് ഞാനൊരു 3 സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം സേമിയ പൊടിച്ചെടുത്തതും, ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, പിന്നെ നെയ്യും കുറച്ച് പാലും. തരി കാച്ചാനായിട്ട് തുടങ്ങുക. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ തരി കാച്ചുമ്പോൾ കുറച്ച് നെയ്യ് തന്നെ എടുക്കണം. വെളിച്ചെണ്ണ ഓയിലൊക്കെ എടുത്താല് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നെയ്യിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യൊന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർക്കുമ്പോ തരിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കേട്ടോ. ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പും കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുക. മുന്തിരിയൊക്കെ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഞാൻ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സേമിയ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുപോലുള്ള ഒരു സ്പൂണിന് ഒരു 2.5 സ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഈ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ റവയും സേമിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും തരിക്ക്. റവയും സേമിയൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ സേമിയും റവയും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. റവ ഒന്ന് തിളച്ചു വരാൻ തുടങ്ങുമ്പോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കുത്തും. നമുക്ക് ആദ്യം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് പകരം പാലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് വെന്തിട്ട് പാലൊഴിക്കുമ്പോ ഒരു പാലിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്നും കൂടെ വെന്ത് വരട്ടെ. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. നല്ലൊരു മണമാണ് ഈ സമയത്ത്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് തരി കാച്ചിയതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ നോമ്പ് സമയത്ത് ഒഴിച്ചുകൂടാനാവാത്ത തരിക്കഞ്ഞി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എല്ലാവരും വീട്ടിൽ നോമ്പ് സമയത്ത് ഇത് ഉണ്ടാക്കും. ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും, വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.